ഇന്ന് നമ്മൾ പൊതുവെ എല്ലാവർക്കും അറിയുന്ന ഒരു നാടൻ റെസിപ്പിയാണ് ചെയ്തെടുക്കുന്നത്. ചോറ് ബാക്കിയുള്ള സമയത്ത് അല്ലെങ്കിൽ നമ്മൾ ചോറ് വെച്ചു കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല അങ്ങനത്തെ സമയത്തൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടൊരു റെസിപ്പിയാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ചോറ്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഒരു പച്ചമുളക്, കുറച്ച് വെളിച്ചെണ്ണ, കുറച്ച് കറിവേപ്പില ഇത്രയും എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, പിന്നെ 4-5 ചെറിയ ഉള്ളി അരിഞ്ഞ് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കുകയാണ്. ചെറിയുള്ളി ഇഷ്ടമില്ലാത്തവർ സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്താലും മതി. അപ്പോൾ നന്നായിട്ടൊന്ന് കളറ് മാറിയതിന് ശേഷം ഞാൻ അതിലേക്ക് ഉപ്പ്, പിന്നെ ഒരു പച്ചമുളക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നമ്മളെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഫ്ലെയിം കുറച്ചതിന് ശേഷം സൈഡിലോട്ടൊന്ന് ഇങ്ങനെ മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ നടുക്കായിട്ട് 2-3 വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. വെളുത്തുള്ളി ഉണ്ടാകുമ്പോഴാണ് ടേസ്റ്റ്. തീരെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമില്ലാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇനി ലാസ്റ്റായിട്ട് നമ്മളിതാ കുറച്ച് മാത്രം മുളക് പൊടി, ഒരു ചെറിയൊരു കളറിന് വേണ്ടി മാത്രമായിട്ട് ഇത്തിരി മുളക് പൊടിയും ചേർത്ത് ചെറുതായിട്ടൊന്ന് ഇങ്ങനെ മൂപ്പിച്ചെടുക്കുക. പിന്നെ അതിലേക്ക് നമ്മൾ ചോറാട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് എത്രയാണോ റൈസ് വേണ്ടത് അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരാൾക്ക് കഴിക്കാൻ പറ്റുന്ന അത്രയും ചോറിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മൾ കുഞ്ഞുള്ളി മൂപ്പിച്ചുള്ള ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ കോഴിക്കോട്, മലപ്പുറമൊക്കെ പ്രസവിച്ചെടുക്കുന്ന സമയത്ത് കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഈ ഒരു ചോറും അതുപോലെ ഉണക്കമീനോ അല്ലെങ്കിൽ മുട്ട പൊരിച്ചൊക്കെയാണ് കേട്ടോ തരിക. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ അങ്ങനെ ഉണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.